വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. SSLC കെമിസ്ട്രി പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങളാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമാണ്, അയിരുകളുടെ സ്വഭാവം അനുസരിച്ച് നമുക്ക് ഏത് സാന്ദ്രണ രീതി തിരഞ്ഞെടുക്കാം. ഉചിതമായ സാന്ദ്രണ രീതി ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് പഠിച്ചു വയ്ക്കാം. പെട്ടെന്ന് പഠിച്ചാലോ. അയിരുകളുടെ സ്വഭാവം. അയിരുകൾക്ക് സാന്ദ്രത കുറവും അപദ്രവ്യങ്ങൾക്ക് സാന്ദ്രത കൂടുതലുമാണെങ്കിൽ നമ്മൾ ഏത് സാന്ദ്രണ രീതിയാണ് ഉപയോഗിക്കേണ്ടത്? പ്ലവന പ്രക്രിയ. ഏതാണ്? പ്ലവന പ്രക്രിയ. അയിരിന് കാന്തിക സ്വഭാവമുണ്ട്, അപദ്രവ്യങ്ങൾക്ക് കാന്തിക സ്വഭാവമില്ല എങ്കിൽ കാന്തിക വേർതിരിക്കൽ നമുക്ക് ഉപയോഗിക്കാം. അയിരിനെ ലയിപ്പിക്കുന്ന ലായകം ഉപയോഗിക്കുന്നു. അയിരുകളുടെ സ്വഭാവം അനുസരിച്ച് അയിരിനെ ലയിപ്പിക്കുന്ന ലായകം ഉപയോഗിച്ചാൽ ലീച്ചിങ്. നമ്മൾ ലീച്ചിങ് ആണ് എവിടെ ഉപയോഗിക്കുന്നത്? അലൂമിനിയം നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന സാന്ദ്രണ രീതി. അയിരിന് സാന്ദ്രത കൂടുതലും അപദ്രവ്യത്തിന് സാന്ദ്രത കുറവുമാണെങ്കിൽ ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കാം. അപ്പോൾ ചോദിക്കട്ടെ, അയിരിനെ ലയിപ്പിക്കുന്ന ലായകം ഉപയോഗിക്കുന്ന സാന്ദ്രണ രീതി ഏതാണ്? ലീച്ചിങ്. അയിരിന് സാന്ദ്രത കൂടുതലും അപദ്രവ്യങ്ങൾക്ക് സാന്ദ്രത കുറവുമാണെങ്കിൽ അത് ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കാം. ഓക്കെ, താങ്ക് യു.